ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ണിനെ ബാധിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഒരുപാട് പേർക്ക് കൂടെ വരുന്ന, പ്രത്യേകിച്ചും കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് കൺകുരു, അല്ലേ? കൺപോളയിലെ അണുബാധയാണ് ഇതിൻ്റെ കാരണം. കണ്ണട ഉപയോഗിക്കുന്ന ആൾക്കാർ അത് ഉപയോഗിക്കാതെ ഇരിക്കുന്നതും താരൻ മൂലവും പ്രമേഹം മൂലവും ഒക്കെ കൺകുരു ഉണ്ടാകാറുണ്ട്. കണ്ണിലേക്കും അതുപോലെ ബ്രെയിനിലേക്കും ഉള്ള ബ്ലഡ് സർക്കുലേഷൻ അത് കണക്റ്റഡ് ആണ്. അപ്പോൾ കൺകുരു ഒരിക്കലും പൊട്ടിക്കരുതെന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ തലച്ചോറിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ. കുരു വരുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി മുക്കിയിട്ട് കൺകുരുവിൻ്റെ മീതെ വയ്ക്കുക. ഇത് പല പ്രാവശ്യം ചെയ്യാം. പതുക്കെ കുരുവിനകത്തെ ദ്രാവകം തനിയെ പുറത്തോട്ട് പോകും. ഒരിക്കലും നമ്മൾ അത് പൊട്ടിക്കാനൊന്നും ശ്രമിക്കരുത്. കണ്ണിൽ പൊടി വീണ് കഴിഞ്ഞ് കൈകൊണ്ട് തിരുമുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളാണ് അങ്ങനെ ചെയ്യുന്നത്. പൊടി വീണാലും വീണില്ലെങ്കിലും ഒക്കെ കണ്ണിൽ തിരുമുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ കൂടി ഈ വീഡിയോ ഒന്ന് കേൾപ്പിക്കുക. നമ്മളിങ്ങനെ കൈകൊണ്ട് തിരുമുമ്പോൾ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ കയ്യിലുള്ള അഴുക്കും പൊടിയും ഒക്കെ കണ്ണിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കണ്ണ് നല്ല ശുദ്ധജലം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. പൊടിയൊക്കെ കണ്ണിൽ വീണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ നന്നായിട്ട് ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകുക മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ പ്രാണികളോ മറ്റോ കണ്ണിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടി നോക്കിയിട്ട് വൃത്തിയുള്ളൊരു തുവാല ഉപയോഗിച്ച് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തു മാറ്റാം. കൃഷ്ണമണിയിൽ നമ്മൾ ഒരിക്കലും കൈകൊണ്ട് തൊടരുത്. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും അസ്വസ്ഥത തോന്നുവാണെങ്കിൽ കണ്ണ് കഴുകുക മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. തിരുമ്മിക്കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ആകാനും പിന്നെ അത് നമ്മുടെ കാഴ്ചയൊക്കെ ബാധിക്കാനും ഒക്കെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ സംഭവിക്കുമെന്നല്ല പറഞ്ഞത്. കണ്ണുകളെ നമ്മൾ കറക്റ്റായിട്ട് കെയർ ചെയ്തില്ല, ഇതുപോലെ കണ്ണ് തിരുമിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്താൽ ഒരിക്കലും അതിൻ്റെ പ്രോബ്ലംസ് ഉടനെ ആയിരിക്കില്ല വരുന്നത്, കുറേ കഴിഞ്ഞിട്ടായിരിക്കും വരിക. കാഴ്ചയില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണ്ണിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. പ്രമേഹവും കണ്ണുകളുമായിട്ട് ബന്ധമുണ്ടോ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഒരു അടുത്ത ബന്ധം തന്നെയാണ്. 10 വർഷം മുമ്പേ പ്രമേഹ രോഗികൾക്ക് തിമിരം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അവസ്ഥയും ഉണ്ടാകാനുള്ള ചാൻസ് ഒരു 50% ഇവർക്കുണ്ട്. കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സാഹചര്യവും അതുമൂലം ഉണ്ടാവാറുണ്ട്. ഡയബറ്റിക് ഉള്ളവർ അത് കൺട്രോൾ ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. ഡയബറ്റിക് ഉള്ളതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് കൺട്രോളിലാക്കി നിർത്തിയില്ലെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കണ്ണുകളുടെ വരൾച്ചയ്ക്ക് പലതാണ് കാരണങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ AC മുറിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ കണ്ണുകൾക്ക് വരൾച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ അലർജി മൂലവും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു അവസ്ഥ ഇപ്പോൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നവർക്ക് ഉണ്ടാകുവാണെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് അതൊന്ന് മാറ്റി മറ്റേതെങ്കിലും ടാബ്ലറ്റ് ആക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കണ്ണുകളുടെ വരൾച്ച കണ്ണീരിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതേപോലെ അങ്ങനെ വരുമ്പോൾ കണ്ണിൽ തരിതരിപ്പ് പോലെയും ചുവപ്പും ഒക്കെ അനുഭവപ്പെടാം. AC-യിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ AC-യുടെ ആ ഒരു ഇതൊന്ന് കുറച്ച് വയ്ക്കുക. ഒരുപാട് തണുപ്പ് കൂട്ടി വയ്ക്കാതിരിക്കുക. അപ്പോൾ വരൾച്ചയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അകറ്റാൻ സാധിക്കും. കണ്ണുകളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ A അടങ്ങിയ ഇലക്കറികൾ, പപ്പയ, മുന്തിരി, മുട്ട ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കണ്ണിലിപ്പോൾ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വൈറ്റമിൻ A ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും വൈറ്റമിൻ A അടങ്ങിയ ഇലക്കറികളൊക്കെ കഴിക്കുക. മുരിങ്ങയില പോലുള്ളവ നമ്മൾ കഴിക്കുന്നത് തിമിരത്തെ തടയാനായിട്ട് സഹായിക്കും എന്ന് പണ്ടുള്ളവർ പറയുന്ന ഒരു കാര്യമാണ്. ഡയബറ്റിക് ഉള്ളവർ പ്രത്യേകിച്ച് മുരിങ്ങയില ഡെയിലി കഴിക്കുക. ചൂട് കൂടിയ കാലാവസ്ഥയിൽ കുട ചൂടിയോ അല്ലെങ്കിൽ സൺഗ്ലാസ് ധരിച്ചോ ഒക്കെ പുറത്തോട്ട് പോവുക. അൾട്രാവയലറ്റ് രശ്മികളേറ്റാൽ കണ്ണുകളുടെ ഞരമ്പുകൾക്ക് കേടുവരാം. അതുകൊണ്ട് കുട്ടികളാണെങ്കിലും വേനൽക്കാലത്തൊക്കെ വെയിലത്ത് കളിക്കുന്നത് പരമാവധി ഒഴിവാക്കുക.
അപ്പോൾ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാഴ്ച തകരാറുകളൊന്നും വരത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് വളരെയേറെ ഉപകാരപ്രദമായ ഒരു അറിവായിരിക്കും. അതുകൊണ്ട് അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. ഈ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.